ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു റെഡിമെയ്ഡ് ചുരിദാർ എങ്ങനെ ഷേപ്പ് ചെയ്യാം, നമ്മുടെ കറക്റ്റ് അളവിലുള്ള ഒരു ചുരിദാറിൽ നിന്ന് അളവെടുത്ത് എങ്ങനെ ഷേപ്പ് ചെയ്യാമെന്നാണ് വീഡിയോയിൽ കാണിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണുക. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇവിടെ ഇതാണ് കറക്റ്റ് അളവിലുള്ള ചുരിദാറായിട്ട് എടുത്തേക്കുന്നത്. ഇത് ഷേപ്പ് ചെയ്യാനുള്ള റെഡിമെയ്ഡ് ചുരിദാറാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൽ നിന്ന് അളവെടുത്ത് ഇതിലേക്ക് മാർക്ക് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് കറക്റ്റ് അളവിലുള്ള ചുരിദാർ ഒന്ന് ചീത്തവശം പുറമേ കാണുന്ന രീതിയിലൊന്ന് തിരിച്ചിട്ടെടുത്തതിന് ശേഷം ആദ്യം നമുക്ക് ചുരിദാർ ഒന്ന് നിവർത്തിയിട്ട് ഒന്ന് ചുളിവെല്ലാം ഒന്ന് കൈകൊണ്ടൊന്ന് തേച്ച് മാറ്റിയെടുക്കണം. ആദ്യം നമുക്ക് ചെസ്റ്റാണ് അളന്നെടുക്കേണ്ടത്. ഈ കൈക്കുഴിയുടെ ഭാഗമാണ് ചെസ്റ്റ്. രണ്ട് കൈക്കുഴിയുടെയും ഇവിടാണ് ചെസ്റ്റ് വരുന്നത്. എവിടെയാണോ ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് അവിടുത്തെ അളവ് ഒരു അറ്റത്ത് നിന്ന് ടേപ്പ് വെച്ച് നമ്മൾ അടുത്തത് വരെ ഇങ്ങനെ കറക്റ്റ് ഒന്ന് വലിച്ച് പിടിച്ചൊന്ന് അളന്നെടുക്കണം. ഇവിടെ എനിക്ക് 18 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. കണ്ടില്ലേ, നമ്മളിവിടെയാണ് ലാസ്റ്റത്തെ സ്റ്റിച്ച്. ഇവിടെ 2-3 സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് വന്നേക്കുന്ന സ്റ്റിച്ച് ഇവിടെ നിന്നും ഈ അറ്റത്ത് നിന്നും ലാസ്റ്റ് വന്നേക്കുന്ന സ്റ്റിച്ചാണ് നമ്മൾ നോക്കേണ്ടത്. ആ സ്റ്റിച്ചിൻ്റെ അവിടെ നിന്നും ഇവിടെ അടുത്ത കൈക്കുഴിയുടെ അവിടം വരെയുള്ള സ്റ്റിച്ച് വരെ എത്രയാണെന്ന് നോക്കണം. ഇവിടെ 18 ഇഞ്ചാണ്. ഇതാണ് ചെസ്റ്റിൻ്റെ അളവ് വരുന്നത്, 18 ഇഞ്ച്. നമ്മൾ മറ്റേ അടുത്ത റെഡിമെയ്ഡ് ചുരിദാറിലേക്ക് മാർക്ക് ചെയ്യുമ്പോൾ നമ്മളിതിൻ്റെ കറക്റ്റ് ഈ അളവ് തന്നെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. കാരണം ഇതിൽ ലൂസൊന്നും ആഡ് ചെയ്യേണ്ട. കാരണം നമ്മൾ ഇത് ലൂസെല്ലാം ചേർത്ത് മാർക്ക് ചെയ്തേക്കുന്ന അളവാണിത്. ഇവിടെ എത്രയാണോ കിട്ടുന്നത് അത് തന്നെയാണ് നമ്മൾ റെഡിമെയ്ഡ് ചുരിദാറിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ചെസ്റ്റ് വന്നേക്കുന്നത് 18. ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത് നോക്കണം. വേസ്റ്റ് ലെങ്ത് എന്ന് വെച്ചാൽ ഏറ്റവും ഒതുങ്ങിയ ഭാഗത്തെ ആണ് വേസ്റ്റ് ലെങ്ത്. അത് നോക്കാനായിട്ട് നമുക്ക് അത് അറിയാനായിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചെസ്റ്റിൻ്റെ ഇവിടം തൊട്ട് ഹിപ്പിൻ്റെ ലെങ്ത് വരെ, അതായത് ഇങ്ങനെ ഇടുമ്പോൾ ഇവിടം തൊട്ട് ഹിപ്പ് വരെയുള്ള ലെങ്ത് ഒന്ന് ഇങ്ങനെ നോക്കണം. ഇവിടെ 13.5 ഇഞ്ചാണ് കിട്ടുന്നത്. ഇതിൻ്റെ പകുതി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ പകുതി എന്ന് പറയുന്നത് നമ്മുടെ ഈ ആം റൗണ്ടിൻ്റെ ഇത് വരുമല്ലോ, അവിടെ നിന്ന് ഹിപ്പിൻ്റെ സ്ലിറ്റിൻ്റെ ലെങ്ത് വരെയുള്ളത് എത്രയാണെന്ന് നോക്കണം. ഇവിടെ 13.5 ഇഞ്ചാണ്. അതിൻ്റെ പകുതി എന്ന് പറയുന്നത് 6.25 ഇഞ്ച്. അവിടെയാണ് നമ്മുടെ മിഡ് വേസ്റ്റ് വരുന്നത്. അവിടെയും നമ്മളിങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് അവിടുത്തെ അളവ് ഏറ്റവും അറ്റത്ത് ഒന്നാമതായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള അളവിൽ നിന്നും ഇവിടം വരെയുള്ള അളവൊന്ന് നോക്കണം. ഇവിടെ 16 ഇഞ്ചാണ് വരുന്നത്. ഇതാണ് മിഡ് വേസ്റ്റ്. ഇപ്പോൾ മനസ്സിലായല്ലോ. നമ്മൾ ഇവിടം തൊട്ട് ഈ ആം റൗണ്ടിൻ്റെ ചെസ്റ്റ് അളന്നിടം തൊട്ട് സ്ലിറ്റിൻ്റെ അവിടം വരെയുള്ള ഫുൾ ലെങ്ത് ഇവിടം വരെ എത്രയാണെന്ന് നോക്കും. അതിൻ്റെ പകുതി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് വേസ്റ്റ് റൗണ്ട് വരുന്നത്. എന്നിട്ട് നമ്മൾ അവിടെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അവിടുത്തെ അളവ് നോക്കും. ഇവിടെ 16 ഇഞ്ചാണ്. ഈ 16 ഇഞ്ച് തന്നെയാണ് നമ്മൾ റെഡിമെയ്ഡിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കാരണം ഇവിടെ ലൂസെല്ലാം ആഡ് ചെയ്തിട്ടാണ് ഇവിടെ അളവ് മാർക്ക് ചെയ്തേക്കുന്നത്. ഇനി അടുത്തായിട്ട് ഹിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്ലിറ്റിൻ്റെ ഭാഗം, സ്ലിറ്റ് ലെങ്ത്. ഇവിടെ സ്ലിറ്റ് എവിടം വരെയാണ് വന്നേക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ അവിടെ ഒന്ന് ചോക്ക് വെച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. പിന്നീട് ഈ ഷോൾഡറിൻ്റെ മുകളിലെ ഷോൾഡറിൻ്റെ അവിടെ നിന്നും സ്ലിറ്റിൻ്റെ അവിടം വരെയുള്ള ലെങ്ത് ഇവിടെ 19 ഇഞ്ചാണ് വരുന്നത്. 19 ഇഞ്ച്. അവിടുത്തെയും നമ്മൾ ഈ ഒരു സ്ലിറ്റിൻ്റെ അവിടം തൊട്ട് അടുത്ത സ്ലിറ്റിൻ്റെ അവിടം വരെയുള്ള അളവ് എത്രയാണെന്ന് നോക്കണം. തുണി മടങ്ങിയിരിക്കുകയാണെങ്കിൽ ഒന്ന് നിവർത്തി ഇങ്ങനെ ഇട്ടതിന് ശേഷം നമ്മൾ നോക്കണം. ഇവിടെ 20 ഇഞ്ചാണ് വരുന്നത്. ഇപ്പം നമ്മൾ ചെസ്റ്റ് അളന്നെടുത്തു, മിഡ് വേസ്റ്റ് റൗണ്ട് അളന്നെടുത്തു, ഹിപ്പ് റൗണ്ടും അളന്നെടുത്തു. ഇത്രയും അളവുകൾ അളന്നെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആം റൗണ്ടാണ് ഒന്ന് അളന്നെടുക്കുന്നത്. ആം റൗണ്ട് അളക്കാനായിട്ട് നമ്മൾ ഈ ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റ് സ്റ്റിച്ച് വരുന്നത് എവിടെയാണോ അതൊന്ന് ലെവലാക്കി വെച്ചതിന് ശേഷം ഈ ആം റൗണ്ടിൻ്റെ ഭാഗം ഇങ്ങനെ ഒന്ന് നിവർത്തി ഒന്ന് ചുളിവൊന്നും ഇല്ലാതെ ഇങ്ങനെ ആക്കിയതിന് ശേഷം ഈ സ്റ്റിച്ച് ചെയ്തേക്കുന്ന ഇവിടെ ഉണ്ടല്ലോ അതിന് ചുറ്റൂടെ ഏറ്റവും ഒന്നാമത് സ്റ്റിച്ച് ചെയ്തേക്കുന്ന അവിടം വരെയുള്ള അളവ് എത്രയാണെന്ന് നോക്കണം. മുകളിൽ നിന്ന് ഇങ്ങനെ റൗണ്ടിന് ഇങ്ങനെ പിടിച്ചൊന്ന് അളന്ന് നോക്കുവാണ്. ഇവിടെ എനിക്ക് വന്നേക്കുന്നത് 8.5 ഇഞ്ചാണ്. കണ്ടില്ലേ, ഇവിടെ നിന്നും നമ്മളിങ്ങനെ അളന്ന് ഒന്ന്
ഇങ്ങനെ ചുറ്റിനും ആ സ്റ്റിച്ചിന് ചുറ്റും ഇങ്ങനെ അളന്ന് നോക്കുമ്പോൾ 8.5 ഇഞ്ചാണ്. അങ്ങനെയാണ് നമ്മൾ ആം റൗണ്ട് അളന്നെടുക്കുന്നത്. അതും നമ്മളിങ്ങനെ ആ റെഡിമെയ്ഡിലേക്ക് നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കറക്റ്റ് ഒന്ന് അളന്ന് 8.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് സ്ലീവിൻ്റെ ആണ് നോക്കേണ്ടത്. സ്ലീവിൻ്റെ ഈ സ്ലീവിന് വരുന്ന ലെങ്ത് എന്ന് പറയുന്നത് 13 ഇഞ്ചാണ്. പിന്നെ അവിടുത്തെ റൗണ്ട് എത്രയാണെന്ന് നോക്കണം. ഇതിങ്ങനെ അളന്ന് നോക്കുമ്പോൾ നമുക്ക് 4.5 ഇഞ്ച് കിട്ടും. പിന്നീട് നമ്മൾ സ്ലീവ് 5 ഇഞ്ച് ഉള്ളപ്പോഴും കൂടെ എത്ര ഇഞ്ചാണ് അവിടുത്തെ റൗണ്ട് വരുന്നതും കൂടെ ഒന്ന് നോക്കി അത് ഒന്ന് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഇവിടെ 5 ഇഞ്ച് വരുമ്പോൾ സ്ലീവ് റൗണ്ട് വരുന്നത് 6 ഇഞ്ചാണ്. ഇത്രയും അളവുകൾ നമ്മൾ നോക്കി എല്ലാം കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് ഒരു ബുക്കിലേക്ക് അളവ് എഴുതി വെക്കണം. ഞാനിവിടെ എല്ലാ അളവുകളും എഴുതി വെച്ചിട്ടുണ്ട്. ചെസ്റ്റ് റൗണ്ട്, വേസ്റ്റ് ലെങ്ത്, വേസ്റ്റ് റൗണ്ട്, ഹിപ്പ് ലെങ്ത്, ഹിപ്പ് റൗണ്ട്, ആം റൗണ്ട്, സ്ലീവ് ലെങ്ത്, സ്ലീവ് ഓപ്പൺ റൗണ്ട്, സ്ലീവ് ലെങ്ത് 5 ഇഞ്ച് ഉള്ളപ്പോൾ എത്രയാണ് ഓപ്പൺ റൗണ്ട്, ഇത്രയും അളവുകൾ എല്ലാം നോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഷേപ്പ് ചെയ്യാനുള്ള ചുരിദാർ നിവർത്തിയിട്ടെടുക്കണം. ഇവിടെ നമുക്ക് ഷേപ്പ് ചെയ്യാനുള്ള ചുരിദാർ നമ്മൾ നിവർത്തിയിട്ട് ഷോൾഡറിൻ്റെ ആ സ്റ്റിച്ച് വരുന്ന കറക്റ്റ് ഭാഗമെല്ലാം ഒന്ന് നേരെയാക്കി കൈകൊണ്ട് ഒന്ന് ചുളിവൊന്നും ഇല്ലാതെ എല്ലാം ഒന്ന് നീറ്റാക്കിയിട്ടതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് അളവുകൾ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ആദ്യം നമുക്ക് ഇവിടുത്തെ ചെസ്റ്റ് റൗണ്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ അളവ് ചുരിദാറിൽ നിന്നെടുത്ത ചെസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 18 ഇഞ്ചാണ്. നമ്മൾ ഇവിടുത്തെ അളവ് ഇപ്പോൾ എത്ര ആണെന്ന് നോക്കണം. ഇവിടുത്തെ സ്റ്റിച്ചിൽ നിന്ന് അടുത്ത സ്റ്റിച്ച് വരെയുള്ള ഇവിടെ നമ്മൾ ഇപ്പം നോക്കുമ്പോൾ 20 ഇഞ്ചാണ് വരുന്നത്. എക്സ്ട്രാ ആയിട്ട് 2 ഇഞ്ച് വരുന്നുണ്ട്. 18 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. എക്സ്ട്രാ ആയിട്ട് 2 ഇഞ്ച് വരുന്നുണ്ട്. അന്നേരം നമ്മൾ എന്ത് ചെയ്യണം, ഈ 2 ഇഞ്ച് വരുമ്പോൾ 1 ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്യണം, 1 ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്യണം. അന്നേരം 1 ഇഞ്ച് ഇങ്ങോട്ടും മാർക്ക് ചെയ്ത് 1 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് ഇതിന് ശേഷം ബാക്കി നമ്മളിങ്ങനെ അളന്ന് നോക്കുമ്പോൾ 18 ഇഞ്ച് നമുക്ക് കിട്ടും. ഒന്നുകൂടെ ഞാൻ പറയാം. നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്ന ആ കറക്റ്റ് പോയിൻറ്റിൽ നിന്ന് അടുത്ത പോയിൻ്റ് വരെ എത്രയാണെന്ന് നോക്കണം. ഇവിടെ 20 ഇഞ്ച്, എക്സ്ട്രാ ആയിട്ട് ഇവിടെ 2 ഇഞ്ചാണ് വരുന്നത്. നമുക്ക് 18 ഇഞ്ചാണ് വേണ്ടത്. എക്സ്ട്രാ ആയിട്ട് 2 ഇഞ്ച് വന്നിട്ടുണ്ട്. അന്നേരം നമ്മൾ ആ 2 ഇഞ്ച് കുറച്ച് വേണം മാർക്ക് ചെയ്യാനായിട്ട്. അതിനായിട്ട് ഇവിടെ 1 ഇഞ്ച് കുറയ്ക്കും, ഇവിടെ 1 ഇഞ്ച് കുറച്ചിട്ട് ഇങ്ങോട്ട് നീക്കി മാർക്ക് ചെയ്യും. പിന്നെ നമ്മൾ ഈ മാർക്ക് ചെയ്തതിലൂടെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. പിന്നീട് നമ്മൾ ആ 1 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്തത് നോക്കുമ്പോഴത്തേക്ക് കറക്റ്റ് 18 ഇഞ്ച് കിട്ടും. അങ്ങനെ നമുക്ക് ഓരോ അളവുകളും ഷേപ്പും വേസ്റ്റ് റൗണ്ട്, ഹിപ്പ് റൗണ്ട് എല്ലാം അങ്ങനെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. വേസ്റ്റ് ലെങ്ത് 12.5 ഇഞ്ചാണ്. മുകളിൽ നിന്ന് 12.5 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 16 ഇഞ്ചാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നിന്നും ഈ തയ്യൽ ചേക്കുന്ന സ്റ്റിച്ചിൻ്റെ അവിടെ നിന്നും അടുത്ത സ്റ്റിച്ചിൻ്റെ അവിടം വരെ നമ്മൾ എത്രയാണെന്ന് നോക്കണം. ഇപ്പോൾ ഇവിടെ 18 ഇഞ്ചാണ് വരുന്നത്. ഇവിടെ എക്സ്ട്രാ ആയിട്ട് 2 ഇഞ്ച്, നമുക്ക് 16 ഇഞ്ച് മതി. ഇവിടെ 2 ഇഞ്ച് എക്സ്ട്രാ ഉണ്ട്. അന്നേരം ഇവിടെ 1 ഇഞ്ച് നീക്കി ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ 1 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഈ ടേപ്പ് വെച്ച് മാർക്ക് ചെയ്തത് നോക്കുമ്പോഴത്തേക്ക് 16 ഇഞ്ച് കിട്ടും. മനസ്സിലായല്ലോ. പിന്നീട് ഈ പോയിൻറ്റിൽ നിന്ന് നമുക്കിന്ന് ഷേപ്പിലേക്ക് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഹിപ്പ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഇവിടുത്തെ സ്ലിറ്റിൻ്റെ അവിടം തൊട്ട് അടുത്ത സ്ലിറ്റിൻ്റെ അവിടം വരെ എത്രയാണെന്ന് നോക്കണം. ഇവിടെ 21 ഇഞ്ചുണ്ട്. നമുക്കൊരു 20 ഇഞ്ച് മതി. അതിനായിട്ട് 1/2 ഇഞ്ച് ഇങ്ങോട്ട് നീക്കി മാർക്ക് ചെയ്ത്, അതുപോലെ തന്നെ നമ്മൾ ഹിപ്പ് റൗണ്ട് മാർക്ക് ചെയ്തതിന് ശേഷം വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ നിന്ന് ഹിപ്പ് റൗണ്ടിൻ്റെ ആ മാർക്ക് ചെയ്ത പോയിൻറ്റിലേക്ക് ഇങ്ങനൊരു മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മളിവിടെ ആം റൗണ്ട് ഇനി മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിവിടെ ചെസ്റ്റെല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഈ നേരത്തെ എങ്ങനെയാണോ കറക്റ്റ് ചുരിദാറിൽ നിന്ന് ആം റൗണ്ട് അളന്ന് നോക്കിയത് അതുപോലെ ഇങ്ങനെ ഒന്ന് വെച്ച് നമ്മളിങ്ങനെ അളന്ന് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ആ കറക്റ്റ് നമ്മുടെ അളവ് ചുരിദാറിൽ എത്രയാണോ ആം റൗണ്ട് വന്നേക്കുന്നത് അത് തന്നെ നമുക്ക് ഇവിടെയും കിട്ടുന്നതാണ്. ഞാൻ ആ അളന്ന ചുരിദാറിൽ 8.5 ഇഞ്ചാണ്. കണ്ടില്ലേ, ഇവിടെയും നമ്മുടെ സ്റ്റിച്ച് ചെയ്യേണ്ട പോയിൻറ്റിൽ വരുമ്പോൾ നമുക്കിവിടെ 8.5 ഇഞ്ച് കറക്റ്റ് കിട്ടും.
നമ്മൾ ഈ കറക്റ്റ് പറഞ്ഞ രീതിയിൽ ചെയ്യുവാണെങ്കിൽ നമ്മൾ ആ ആം റൗണ്ട് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടുന്നതാണ്. പിന്നീട് ഇനി നമുക്ക് സ്ലീവാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ആദ്യം നമ്മൾ സ്ലീവ് ലെങ്ത് 5 ഇഞ്ചുള്ളപ്പോൾ എത്രയാണെന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് സ്ലീവ്സിൻ്റെ ഇവിടെ നിന്നും നമ്മുടെ തയ്യലിൻ്റെ സ്റ്റിച്ചിൻ്റെ അവിടെ നിന്നും 5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടേക്കൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അവിടുത്തെ റൗണ്ട് 6 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. പിന്നീട് ഈ ആം റൗണ്ടിൻ്റെ അവിടെ നിന്ന് 6 ഇഞ്ച് മാർക്ക് ചെയ്തതിലേക്കൊന്ന് ഇങ്ങനെ വരച്ചെടുക്കണം. പിന്നെ സ്ലീവ് ഓപ്പൺ റൗണ്ട് 4.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് ഈ പോയിൻറ്റിൽ നിന്ന് ഇവിടോട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് നമ്മൾ പിന്നീട് ഈ മാർക്ക് ചെയ്തതിലൂടെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ നമുക്ക് റെഡിമെയ്ഡ് ചുരിദാർ വളരെ എളുപ്പത്തിൽ നമ്മുടെ കറക്റ്റ് അളവിലുള്ള ചുരിദാറിൽ നിന്ന് അളവെടുത്ത് പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.